ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തുവര കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. പരിപ്പുകൾ നമ്മൾ രണ്ടു തരത്തിൽ ഉപയോഗിക്കാറുണ്ട്, കടലപ്പരിപ്പും തുവരപ്പരിപ്പും. കടല പൊളിച്ച് ഉണക്കിയെടുത്തതാണ് കടലപ്പരിപ്പ്. ഇത് തുവരപ്പരിപ്പാണ്. നമ്മുടെ ഈ തുവര രണ്ടായി പകുത്ത് ഉണക്കിയെടുക്കുന്ന പരിപ്പാണിത് തുവരപ്പരിപ്പ്. ഇതിൻ്റെ പച്ചയാണ് നമ്മൾ ഇപ്പോൾ ഉപ്പേരി വയ്ക്കാൻ പോകുന്നത്. പാലക്കാടൻ പാടവരമ്പുകളിൽ ഡിസംബർ മാസത്തിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് തുവര. ഇതിൻ്റെ പരിപ്പാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. തുവരമണികൾ ഇങ്ങനെ കിട്ടും. ഇതെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം. കേട് വന്നതൊക്കെ കളയണേ. അപ്പോൾ പാലക്കാട് ഈ സമയത്ത് വന്നാൽ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ തുവരയുടെ പരിപ്പുകൾ നമുക്ക് എടുക്കാം. ഇത് പൊളിച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ് തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്. തുവര ഞാനിപ്പോൾ തോലെല്ലാം കളഞ്ഞ് ഇതിൻ്റെ വിത്ത് തൊലിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പേരി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ തുവരയാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ 1/2 കിലോ ആണ് ഞാനിപ്പോൾ ഉപ്പേരി വയ്ക്കുന്നത്. ബാക്കിയുള്ള 1/2 കിലോ മുളകഷ്യം വയ്ക്കാനാണ്. അത് പിന്നീട് പരിചയപ്പെടുത്താം. തുവര ഞാൻ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ വെന്ത് വരട്ടെ. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തുവര നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് അടച്ച് വെക്കാതെ വേണം വേവിച്ചെടുക്കാൻ. ഇനി നമ്മൾ ഈ വെള്ളം കളയില്ല, ഈ വെള്ളത്തോടു കൂടിയാണിത് പുരട്ടിയെടുക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മിക്കല്ലിൽ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറി നാളികേരവും ചിരവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ കുത്തി ചതച്ച് വാരിയെടുക്കാം. തീ ഓഫാക്കിയ ശേഷം ഞാൻ ഈ തുവര വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ അമരും. അതാണ് അതിൻ്റെ പാകം. തേങ്ങയും മുളക് പൊടിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കറുവേപ്പിലയും അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു നാളികേരവും വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ മരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു മണമായിട്ട് വന്നിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയുടെയും കറുവേപ്പിലയുടെയും ഒക്കെ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തുവര ഉപ്പേരി വേവിച്ചത് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടു കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം വെള്ളമൊന്നുമില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളമേ ഇതിന് ഉള്ളൂ. നല്ലൊരു ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി ഇത് നല്ല പോലെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് മുന്നിട്ട് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കാം. സ്വാദിഷ്ടമായ തുവര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.